ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് പാർട്സ് കിട്ടിയായിരുന്നു കേട്ടോ. ചിക്കൻ്റെ പാർട്സ് ആയിരുന്നു. കരൾ, മാങ്ങ, കഴുത്ത്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടി വൃത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിൽ ഞാൻ കുറച്ച് നേരം ഇരിക്കണം കേട്ടോ, നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ നേരാക്കി നേരെ വൃത്തിയാക്കി എടുത്ത് വെച്ചു. അപ്പോഴേക്കും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയിട്ട് വേഗം മേലൊഴുകി വിളക്ക് കൊളുത്താനിരുന്നു കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അമ്മ വന്നിട്ടുണ്ടായിരുന്നേ. അനിയനാട്ടോ അമ്മേനെ അവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി പോയത്. അപ്പോൾ അവൻ നേരെ പോയി. പിന്നെ അമ്മ വന്നിരുന്ന് അമ്മ പറഞ്ഞു നമുക്ക് ചായ വയ്ക്കാറുണ്ട്. പിന്നെ കിങ്ങിണിക്കും ചായയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ ഇരുന്ന് കഴിക്കുമായിരുന്നു. ഈ മൂന്നെണ്ണം നിരത്തി വെച്ചത് ആ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാനെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. കിങ്ങിണിക്ക് പൊതുവേ കട്ടൻ ചായയാണ് ഇഷ്ടം. പാലൊഴിച്ചതും പാലുൽപ്പന്നം അതേപോലെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയും അതേപോലെ ബിസ്ക്കറ്റൊക്കെ കൂട്ടി കഴിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പാർട്സ് കറി വയ്ക്കണതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കാമെന്നുള്ളൊരു തയ്യാറെടുപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ അമ്മ വന്നതല്ലേ, ചുമ്മാ ഇരിക്കേണ്ട, കുറച്ച് പണിയൊക്കെ കൊടുക്കാമെന്ന് കരുതി കുറച്ച് സവോള, ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ കയ്യിൽ നേരെ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ നേരെ റൈസിനുള്ള തയ്യാറെടുപ്പിലാക്കി കേട്ടോ. റൈസ് ആദ്യം അരി കഴുകിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിലാട്ടോ നെയ്ച്ചോറ് വയ്ക്കണേ. അപ്പോൾ ഒരു നല്ല മയത്തിൽ പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെ കുക്കറൊക്കെ അടുപ്പത്തോട്ടാക്കി കുക്കറിൽ നെയ്ച്ചോറൊക്കെ അടുപ്പത്തോട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ കുറച്ച് സബോളയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അത് കുറച്ചധികം ചതച്ചത്, അതേപോലെ കൂടുതൽ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടാട്ടോ പാഴ്സ് കറിയാക്കി വെച്ചത്. പിന്നെ ആ സമയമായപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്യുന്നുണ്ട്, വെറുതെ ആ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുത്ത് വെറുതെ കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ കറിയൊക്കെ അവിടെ നല്ല കുളുകുളാ തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ പാർട്സ് കറിയും അതേപോലെ നെയ്ച്ചോറും കുറച്ച് സലാഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ സലാഡ് എന്നാണ് പറയാറ്. കുറച്ച് നാരങ്ങാച്ചാറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ ഇന്ന് വിഷ്ണുവേട്ടല്ല കേട്ടോ, വിഷ്ണുവേട്ടൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. കുറച്ച് ദൂരെ വർക്കിന് പോയിരുന്നായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും അതേപോലെ കിങ്ങിണി മാത്രമായിരുന്നു കേട്ടോ കഴിക്കാണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.